ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഐ.ഡി. ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് LED ബൾബുകൾ കേടായി കിടക്കുന്നുണ്ടാകും. ഇത്തരം ബൾബുകളൊക്കെ നമ്മൾ സാധാരണയായിട്ട് കളയാറാണ് പതിവ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത്തരം ബൾബുകൾ എങ്ങനെ നമുക്ക് കുറഞ്ഞ ചിലവിൽ നന്നാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ LED ബൾബ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് കവർ ഒന്ന് ഊരി മാറ്റണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് കവർ ഊരി മാറ്റിയാൽ ഇതേപോലെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ ഒരു LED പാനൽ ഇതിൽ നിന്നും അയച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ചെറിയൊരു നൈഫോ ഉപയോഗിച്ചാൽ ഈസി ആയിട്ട് നമുക്കിത് അയച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 സ്ക്രൂ അയച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഹീറ്റ് സിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആ അലൂമിനിയത്തിൻ്റെ പ്ലേറ്റ് നമുക്കൊന്ന് ഊരി മാറ്റണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ അലൂമിനിയം പ്ലേറ്റ് അയച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു ബോർഡ് കാണാം നിങ്ങൾക്ക്. അതായത് ഇതിൻ്റെ SMPS ആണത്. ആ ഒരു SMPS നമുക്ക് അയച്ചെടുക്കണം. ഈ ഒരു SMPS അയച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോൾഡറിന് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തുള്ള ലെഡ് നമുക്ക് സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു SMPS ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് ആ ഒരു അലൂമിനിയം പ്ലേറ്റിൽ നിന്നും LED ബോർഡ് നമുക്ക് അയച്ചു മാറ്റണം. ഇനി നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള LED ബോർഡിന് പകരമായിട്ട് മറ്റൊരു ബോർഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കൊരു 2 വയർ മാത്രമാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു അലൂമിനിയം പ്ലേറ്റിലേക്ക് ഇതൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു അലൂമിനിയം പ്ലേറ്റിലേക്ക് 2 സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഈ ഒരു ബോർഡിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം LN എന്ന് പറയുന്ന ഒരു 2 പോയിന്റ്, അതായത് ലൈന്, ന്യൂട്രൽ. അപ്പോൾ ഈ ഒരു ലൈൻ പോയിന്റിലേക്ക് നമുക്കൊരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്കൊരു വയർ എടുത്തിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് സെൻട്രലായിട്ട് കാണുന്ന ആ ഒരു ഹോളിലൂടെ നമുക്ക് 2 വയറും പിറകിലേക്ക് ആക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഹോള്, അതായത് നമ്മൾ നേരത്തെ LED ബൾബ് അയച്ചെടുക്കുമ്പോൾ ഡിസോൾഡർ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഈ ഒരു ഹോളിലൂടെ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ 2 വയർ ഈ ഹോളിലൂടെ ഇട്ടിട്ട് പുറകുവശത്തേക്കായിട്ട് എടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം 2 വയറിൻ്റെ എൻഡ് ഇതിൻ്റെ പുറത്തേക്കായിട്ട് വന്നത്. ഇനി നമുക്ക് ഈ ഒരു 2 എൻഡ് ഭാഗവും ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഇതിൽ നിന്ന് കൈയെടുക്കുമ്പോൾ ഈ ഒരു വയർ താഴേക്ക് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഇതേപോലെ സോൾഡർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗം. ഇവിടെ നമ്മൾ നല്ല തിക്കിൽ തന്നെ സോൾഡർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇത് ഹോൾഡറിൽ കണക്ട് ചെയ്യുമ്പോൾ നല്ല കോണ്ടാക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നമ്മുടെ സോൾഡറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ LED ബോർഡ് നല്ലതുപോലെ ഒന്ന് ഇവിടെ ഉറപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ ഒന്ന് ലോക്കായി നിൽക്കുന്നതാണ്. ഇപ്പം നമ്മുടെ LED ബൾബിൻ്റെ വർക്കെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് കത്തിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ LED ബൾബ് നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തുന്നത്. ഏകദേശം ഒരു 9 വാട്ടിൻ്റെ പവർ നമുക്ക് ഈ ഒരു ബൾബിൽ നിന്നും കിട്ടും. അപ്പോൾ ഈ ഒരു ബൾബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ചിലവെന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇത്തരം പഴയ ബൾബുകളൊന്നും കളയേണ്ടതില്ല. നമുക്ക് ഇതേപോലെ കുറഞ്ഞ ചിലവിൽ തന്നെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മികച്ചൊരു കിടുക്കം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സലാം, സൈൻ ഓഫ്.